Good morning, students. നമ്മൾ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തിയറി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോയി നോക്കാം. റിലയൻസ് ലിമിറ്റഡ് പെയ്ഡ് dividend of rupees 2 per share during the current year. Current yearൽ ഈ വർഷം റിലയൻസ് ലിമിറ്റഡ് കൊടുക്കുന്നത് 2 രൂപയാണ് ഡിവിഡൻഡ്. It is expected to pay a dividend of 3 per share during the next year. അതുപോലെ എക്സ്പെക്റ്റഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷം 3 രൂപ കൊടുക്കാനാണ്. ദി ഇൻവെസ്റ്റേഴ്സ് ഫോർകാസ്റ്റ് എ ഡിവിഡൻഡ് ഓഫ് 3.50 and 4 per share റെസ്പെക്റ്റീവ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് നെക്സ്റ്റ് ഇയറുകളിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡിവിഡൻഡ് എന്ന് പറയുന്നത് 3 രൂപ 50 പൈസയും അതുപോലെ 4 രൂപയും ആവുന്നു നെക്സ്റ്റ് ഇയറുകളിലൊക്കെ. After that, it is expected that annual dividend will grow at a 10% per year in an indefinite period. After that, it is expected that annual dividend will grow. Annual dividend grow ചെയ്യുന്ന റേറ്റ് 10% ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. If investor required to rate of return is 20%, find the true value of shares. നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 20% ആണ്. ട്രൂ വാല്യൂ ഓഫ് ഷെയർ അല്ലെങ്കിൽ ഇൻട്രൻസ്റ്റിക് വാല്യൂ ഓഫ് ഷെയർ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് V1 മാത്രം ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ, V2 കാൽക്കുലേറ്റ് ചെയ്യാനില്ല. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതായത് നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്തത് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലാണ്. ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡലാണ് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡലിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം V1ഉം V2ഉം കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാകുന്ന നമ്മൾ ഇക്വേഷനിൽ കണ്ടതാണ്. അപ്പോൾ V1 മാത്രമേ ഉള്ളൂ, V2 ഉണ്ടോ എന്ന് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രോത്ത് റേറ്റ് ഇനിയും തന്നിട്ടുണ്ടായിരിക്കും, വേറൊരു ഗ്രോത്ത് റേറ്റും കൂടെ ക്വസ്റ്റ്യന് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് V2 കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് V1 മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ V1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D1 1 + k raised to n plus D2 divided by 1 + k2 plus dn up to 1 + k raised to n വരെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ D1 എന്ന് പറയുന്നത് എത്രയാണ്? D1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിൽ അല്ലേ, നെക്സ്റ്റ് ഇയറിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 3 രൂപയാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ദെൻ D2 എന്ന് പറഞ്ഞാൽ അതിനടുത്ത ഇയറിൽ എത്രയാണ്? 3 രൂപ 50 പൈസയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത വർഷം 4 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് 1 ഇയർ, 2, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ദെൻ K എന്ന് പറയുന്നത് 1 + K എന്ന് പറയുന്നത് എത്രയാണ്? 20%. ദാറ്റ് മീൻസ് 0.2 ആണ് വരുന്നത്. ക്ലിയർ ആയില്ലേ? K എന്ന് പറയുന്നത് K 0.20 ആണ് വരുന്നത്. ദെൻ V1 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 + 20.4 2.43 + 2.314 = 7.244 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞാൽ D1ഉം D2ഉം DNഉം അതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഓരോ നെക്സ്റ്റ് ഇയറിൽ വരാൻ പോകുന്ന വർഷങ്ങളിലെ ഡിവിഡൻഡാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ 3 എന്ന് അതായത് കോൺസ്റ്റൻ്റ് അല്ല, ഡിവിഡൻഡ് ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താണ്? കോൺസ്റ്റൻ്റ് ലെവൽ, ഒരേ ലെവലിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രോത്ത് മോഡലിൽ അതായത് മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡലിൽ പറയുന്നത് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റൻ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ V1 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പോർഷൻ അല്ല, V1 എന്ന് പറയുന്നത് ചേഞ്ച് ആകുന്ന പോർഷനാണ്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യത്തെയും ഡിവിഡൻഡ് എന്ന് പറയുന്നത് D1, D2, DN up to വരെ തരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ നമുക്ക് V2 കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് വേറൊരു റേറ്റോടെ തന്നിട്ടുണ്ടായിരിക്കും, ഗ്രോത്തിങ് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പോവാം. നിങ്ങളുടെ ഇല്ലസ്ട്രേഷൻ 13
നോക്കാം. എ കമ്പനി പെയ്ഡ് ഡിവിഡൻഡ് എമൗണ്ട് ടു 0.7 പെർ ഡ്യൂറിംഗ് ദി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം നമ്മൾ കടന്നുപോയ വർഷം 0.75 75 പൈസയുടെ ഡിവിഡൻഡ് കൊടുത്തു. കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു പെർ ഷെയർ പേ 2 പെർ ഷെയർ ഡ്യൂറിംഗ് അടുത്ത വർഷം 2 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദി ഇൻവെസ്റ്റർ ഫോർകാസ്റ്റ് ഡിവിഡൻഡ് 3 പെർ ഷെയർ ദി ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്നത് 3 രൂപയാണ്. അപ്പോൾ അടുത്ത വർഷം 2 രൂപയും പിന്നത്തെ വർഷം 3 രൂപയും. അപ്പോൾ നമുക്ക് D1ഉം D2ഉം മാത്രമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. ദെൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഡിവിഡൻഡ് വിൽ ഗ്രോ അറ്റ് എ 10% പെർ ഇയർ ഇൻ ഇൻഡെഫിനിറ്റ് പീരിയഡ്. അതായത് then it is expected that it will grow at a 10%. ഡിവിഡൻഡ് 10% ഗ്രോ ചെയ്യുന്നതാണ് into indefinite future. Would you buy or sell the share if current price of the share is 54? In കറണ്ട് റേറ്റ് എന്ന് പറയുന്നത് 54 ആണെങ്കിൽ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 54 ആണ് എന്ന് വിചാരിക്കുക. എങ്കിൽ ഇൻവെസ്റ്റർ നമുക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റുമോ എന്നുള്ള ഡിസിഷനാണ് ചോദിച്ചത്. ഇൻവെസ്റ്റർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 15. നമ്മുടെ കെ എന്ന് പറയുന്നത് 15 ആണ് തന്നിട്ടുള്ളത്. 15% ആണ് തന്നിട്ടുള്ളത്. It is expected that investors dividend will grow at a 10% per year into indefinite future. Indefinite futureലോട്ട് ഡിവിഡൻഡ് ഗ്രോ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡെഫിനിറ്റ് പീരീഡിലോട്ടാണ് ഗ്രോ ചെയ്യുന്നത്. അതൊന്ന് മൈൻഡിൽ വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് V1 ആണ്. V1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ D1 പ്ലസ് D2 പ്ലസ് അപ് ടു DN വരെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ D1ഉം D2ഉം മാത്രമാണ്. DN അതായത് സെക്കൻഡ് ടേം എന്താവും DN എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 2 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2 ഇൻവെസ്റ്റ് നമ്മൾ അടുത്ത വർഷം കൊടുക്കുന്നത് 2 ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്നത് 3. അങ്ങനെ നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 0.15 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.01 ആണ് തരുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ V2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് V2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഗ്രോത്ത് റേറ്റ് ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്ക് ഗ്രോത്ത് റേറ്റ് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളോട് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് വാങ്ങാനോ വിൽക്കാനോ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിലോട്ട് നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ 130ാമത്തെ പേജിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എക്സ്പെക്റ്റഡ് ദാറ്റ് ഡിവിഡൻഡ് വിൽ ഗ്രോ അറ്റ് എ 10% പെർ ഇയർ ഇൻറ്റു ആൻ എൻഡ് ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്, ഫ്യൂച്ചറാണ്. ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ അതായത് n നമ്പർ ഓഫ് ഇയേഴ്സിലോട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ തിയറി ബേസ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് n ഡെഫിനിറ്റ് പീരീഡിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് ഫൈൻഡ് ദി ട്രൂ വാല്യൂ ഓഫ് ഷെയർ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിവിടെ സെക്കൻഡ് ഗ്രോ റേറ്റ് തന്നിട്ടില്ല. ഗ്രോത്ത് റേറ്റ് ഗ്രോ ചെയ്യുന്ന റേറ്റ് തന്നിട്ടില്ല. നമുക്ക് ഒരൊറ്റ ഗ്രോ റേറ്റ് ആണ് തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അത് വെച്ചിട്ട് വേണമെങ്കിലും V2 കാൽക്കുലേറ്റ് ചെയ്യാം. ബൈയിങ് ആൻഡ് സെല്ലിങ് ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഫുള്ളായിട്ടുള്ള എത്ര കിട്ടുമെന്ന് അറിയണം അല്ലേ? ഫുള്ളായിട്ട് കോൺസ്റ്റന്റ് ലെവലിലും അല്ലാതെയും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എത്ര റിട്ടേൺ കിട്ടുമെന്ന് നോക്കണം. അതായത് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ തിയറി വൈസ് നമ്മൾ പറയുന്നത് കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു സ്റ്റേജ് വിത്ത് ഗ്രോത്ത് മോഡൽ. ഇൻ ദിസ് മോഡൽ ഫ്യൂച്ചർ പീരീഡ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 പീരീഡ്. ഫ്യൂച്ചർ പീരീഡിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പീരീഡ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ആൻഡ് പീരീഡ് ഓഫ് കോൺസ്റ്റന്റ് ഗ്രോത്ത്. പീരീഡ് ഓഫ് കോൺസ്റ്റന്റ് ഗ്രോത്ത് കൊണ്ടും എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ V1 എന്ന് പറയുന്നതാണ് നമ്മുടെ the flow of dividend first period is done by V1 and flow of dividend for second period. അതായത് നമ്മുടെ V1 എന്ന് പറയുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത്.
എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത്. ഇനി നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്തിൻ്റെ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് ഗ്രോത്ത് ലെവൽ ഒന്നും തരുന്നില്ല, പക്ഷെ നമുക്കിത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? V2 ഈസ് ഈക്വൽ ടു dn ഇൻറ്റു 1+j. നമ്മളിത് മുമ്പേ ഏത് മോഡലാണ്? നമ്മുടെ കോൺസ്റ്റൻറ്റ് മോഡൽ പഠിച്ചില്ലായിരുന്നല്ലോ, ഫസ്റ്റത്തെ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലിൽ അതിൻ്റെ അത് ചെയ്ത അതേ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. dn into കണ്ടില്ല, dn into 1+j divided by k minus j plus into 1+k raised to n. നമുക്ക് V2 is equal to dn എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ഏറ്റവും ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻ്റ് ആണ് നമ്മൾ dn ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻ്റ് ഇവിടെ എത്രയാണ്? 3 ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇയറിലെ മീൻസ് നമുക്ക് തന്നിട്ടുള്ളതിൽ ലാസ്റ്റ്, അപ്പോൾ 3 ആണ്. ദെൻ ഇൻറ്റു 1+g എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 0.10 വെച്ചിട്ട്. ദെൻ 0.15 ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? 1k എന്ന് പറയുന്നത് മൈനസ് ഗ്രോത്ത് റേറ്റ് ഇൻറ്റു 1+0.15 റേസ് ടു n. n എന്ന് പറയുന്നത് എത്ര വർഷത്തേനാണ്? 2 വർഷത്തേന്. നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്നത് V2 എന്ന് പറയുന്നത് 49.91 ആണ് കിട്ടുന്നത്. 49.91 ആണ് കിട്ടുന്നത്. ദെൻ നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മാർക്കറ്റ് വാങ്ങണോ വിൽക്കണോ എന്നുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? V1ഉം V2ഉം കൂടെ ആഡ് ചെയ്യണം. അതായത് 4.01ഉം 49.91ഉം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 53.92 ആണ് നമുക്ക് കിട്ടുക. നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഈസ് 54. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇൻട്രസ്റ്റിക് വാല്യൂ ഓഫ് 53.92. ഹെൻസ് ഐദർ ബൈയിങ് ഓർ സെല്ലിംഗ് ഈസ് റെക്കമെൻഡഡ്. അതായത് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 53.92, ദാറ്റ് മീൻസ് 54 തന്നെയാണ്. നമുക്ക് ബൈയിങ്ങോ സെല്ലിങ്ങോ നമുക്ക് ഡിസിഷൻ വേണേൽ എടുക്കാം, വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യാം. നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് അപ്പോൾ ക്വസ്റ്റ്യനിൽ V2 കാൽക്കുലേറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ഇയറിലോട്ട് ഗ്രോത്ത് റേറ്റിൻ്റെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫോള് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും V2 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ V2 കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ ഈ ലെവലിൽ നമുക്ക് അസ്യൂം ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ 14ാമത്തെ ഇലസ്ട്രേഷൻ നോക്കിയോളൂ. ഇത് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ABC കമ്പനി ലിമിറ്റഡ് സ്റ്റോക്ക് ഫോർ ദ ലാസ്റ്റ് 5 years is 25%. It is assumed that this will continue for the next 5 years. After that, the rate of return will have a growth rate of 10% indefinitely. The dividend paid for current year is 25. The required rate of return is 20%. The price of the stock is rupees 423 now. Estimate stock price under multiple growth model. Multiple growth model stock price calculate ചെയ്താൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ മീനിങ് എന്താണ്? V1ഉം V2ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ D0 എന്ന് പറയുന്നത് ഈ വർഷത്തെ സ്റ്റോക്ക് റേറ്റ് എത്രയാണ്? 25 ആണ്. K എന്ന് പറയുന്നത് 20% ആണ്. അതായത് the required rate of return. N എന്ന് പറയുന്നത് 5 years ആണ്. The assumed that the stock will next 5 yearsനോട്ട് ഈ ഒരു ലെവലിൽ ആയിരിക്കും. ഗ്രോത്ത് റേറ്റ് അത് 10% ഇൻഡെഫിനിറ്റ്ലി ആയിരിക്കും. നെക്സ്റ്റ് ഒരു 5 വർഷത്തേന്. ആഫ്റ്റർ 5 years 5 വർഷത്തിന് ശേഷം 10% ഓർ 0. അടുത്തതിന് ശേഷം ഗ്രോത്ത് റേറ്റ് അത് 10% ഡെഫിനറ്റ്ലി ആയിരിക്കും, indefinitely ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് വിൽ കണ്ടിന്യൂ ഫോർ ദി നെക്സ്റ്റ് 5 years. സ്റ്റോക്ക് ഫോർ ലാസ്റ്റ് 5 years is 20% ആണ്. സ്റ്റോക്ക് ഫോർ ലാസ്റ്റ് 5 years 25% ആണ് ഗ്രോ ഉള്ള. അതിനുശേഷം ആഫ്റ്റർ ദിസ് വിൽ കണ്ടിന്യൂ ഫോർ 5 വർഷത്തേന്. 5 വർഷത്തേന് സ്റ്റോക്കിൻ്റെ ആദ്യത്തെ 5 വർഷത്തിന് സ്റ്റോക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 25% ആണ്. ആഫ്റ്റർ ദാറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ഹാവ് എ ഗ്രോത്ത്. അതിന് ശേഷം അതായത് സെക്കൻഡ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ലെവലിലെത്തുമ്പോൾ 10% ആയിരിക്കും ഗ്രോത്ത് റേറ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ?
അപ്പോൾ നമുക്കിത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചോളി. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ D1 D2 D3 ഒന്നും തന്നിട്ടില്ല. ദാറ്റ് മീൻസ് നിങ്ങളോട് നമുക്ക് തന്നിട്ടില്ല ഇവിടെ D1 D2. അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ എന്ത് തന്നിട്ടുണ്ടായിരിക്കുന്നു, അടുത്ത വർഷത്തെ ഡിവിഡൻഡ് ഇത്രയായിരിക്കും, അതിനടുത്ത വർഷം ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നിരുന്നു. നമ്മൾ ചെയ്ത 13ാമത്തെ ക്വസ്റ്റ്യനിലും 12ാമത്തെ ക്വസ്റ്റ്യനിലാണ് ഈ വർഷം 2 രൂപയാണ്, അടുത്ത വർഷം 3 രൂപയായിരിക്കും, ഇതിനടുത്ത വർഷം 3 രൂപ 50 പൈസയും 4 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഇല്ല. നമുക്ക് ആകെ ഈ വർഷം കൊടുത്ത എത്രയേ ഉള്ളൂ, 25 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? D1 = D0, ഈ വർഷത്തെ 25 × 1 + G⁻1. അതായത് 1 ഗ്രോത്ത് റേറ്റ് എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 5 വർഷത്തിനുള്ള ഗ്രോത്ത് റേറ്റ് 25% ആണ് വരുന്നത്. ഇത് 25%. ഇത് നമ്മൾ ഈ വർഷം കൊടുത്ത ഡിവിഡൻഡ് എന്ന് പറയുന്നത് 25 രൂപയാണ്. അപ്പോൾ ഈ D0 എന്ന് പറയുന്നത് 25. അപ്പോൾ ഈ വർഷം കൊടുത്ത ഡിവിഡൻഡിൻ്റെ 25% ആയിരിക്കും അടുത്ത വർഷം കൂടുക. അപ്പോൾ അതായത് എത്രയും 31.25. അതിനടുത്ത വർഷം എന്ന് പറയുമ്പോൾ 2 raised-2. അപ്പോൾ 25ൻ്റെ 2 39.625. അങ്ങനെ നമുക്ക് D5 വരെ എങ്ങനെ എഴുതാം? നമുക്ക് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ഇത് നമുക്ക് D1 D2 D3 ഒന്നും ക്വസ്റ്റ്യന് തന്നിട്ടില്ലെങ്കിൽ തന്നിട്ടുള്ള ഈ വർഷത്തെ ഡിവിഡൻഡ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? V1 കാൽക്കുലേറ്റ് ചെയ്യാം. V1 5 വർഷത്തേനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ D1 31.25 ഡിവൈഡഡ് ബൈ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാം. The required rate of return is 20%, 20%. സോ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 141.522 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ D1 D2 D3 D4 D5 തരാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിനു മുമ്പ് ചെയ്ത് രണ്ടും തന്നിട്ടുണ്ട്. ഇനി V2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്ത് ഗ്രോത്ത് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിന് ശേഷം എങ്ങനെയാണ്? 10%. അതായത് നിങ്ങളുടെ രണ്ടാമത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കുക. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് വിൽ കണ്ടിന്യൂ ഫോർ ദി നെക്സ്റ്റ് 5 years. അതായത് 25% എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തേന് കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ദി റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ഹാവ് ഗ്രോത്ത് റേറ്റ് അപ് ടു 10% ആയിരിക്കും. 10% ആയിരിക്കും ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് വെച്ചിട്ട് 1 + G എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആ 10% തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യന് നമുക്ക് എക്സ്ട്രാ 10% ഒന്നും വേറെ 10% ഒന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ലെവലിലും എന്ത് ചെയ്തു? 10% തന്നെ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ 13ാമത്തെ ഇല്ലസ്ട്രേഷന്. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കുക. ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 337.311 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 478.83 ആണ് വരുന്നത്. 423 ആണ് നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ദി പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് ഈസ് 423. സ്റ്റോക്ക് പ്രൈസ് അണ്ടർ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ. അപ്പോൾ നമുക്ക് അറിയാം ഇറ്റ്സ് എ ഗുഡ് ആണ്. വി ക്യാൻ ബൈ, ഇത് വാങ്ങാം. കാരണം നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഇത്. ഓക്കെ, ക്ലിയർ ആയി. ഇനി നമ്മുടെ 15ാമത്തെ ഇല്ലസ്ട്രേഷൻ നോക്കുക. സെയിം ലെവൽ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്ത മാതിരി തന്നെ. ഇത് കറണ്ട് ഡിവിഡൻഡ് ഓഫ് ഇക്വിറ്റി ഷെയർ 3 ആണ്. പ്രൈവർ ലിമിറ്റഡ് എക്സ്പെക്ടഡ് ടു എൻജോയ് ആൻ എബോവ് നോർമൽ ഗ്രോത്ത് ഓഫ് 40% ഫോർ 5 years. ആദ്യത്തെ 5 വർഷത്തേന് 40%. ആഫ്റ്റർ ദ ഗ്രോത്ത് റേറ്റ് ഫാൾ ആൻഡ് സ്റ്റേബിൾഡ് അറ്റ് അതിനുശേഷം ഫാളായിട്ട് 12% എന്ത് ചെയ്യും? ഉറച്ചു നിലനിൽക്കും എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ലെവലിൽ നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് റേറ്റ് ആണ് 40%. ഇക്വിറ്റി required rate of return 50%. What is the intrinsic value of equity shares of pre-limited? എങ്ങനെ ഇപ്പോൾ ചെയ്ത അതേ D0 എന്ന് പറയുന്നത് 3 ആണ്. G ആദ്യത്തെ 5 വർഷത്തേന്ന് പറഞ്ഞാൽ 40% ആണ്. സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ 12% ആണ്. K 15% N 5 years ആണ്. ദെൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിയുമ്പം D1ഉം D2ഉം N എന്ത് ചെയ്യാം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. D1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? D0 × 3 ആണ്.
3 ഇൻറ്റു വെച്ചിട്ട് 3 ഇൻറ്റു 1 പോയിൻറ്റ് എത്രയാണ് പെർസെൻറ്റേജ് വരുന്നത് 1 പ്ലസ് 40% ആണ് വരുന്നത് ഈസ് ഈക്വൽ ടു 4.20 വരും. അപ്പോൾ നമുക്ക് D2 കാൽക്കുലേറ്റ് ചെയ്യുക, D3 D4 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, ആഡ് ചെയ്ത് എഴുതുക. അടുത്ത നമുക്ക് V2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. V2 കാൽക്കുലേറ്റ് ചെയ്യുമ്പം DN എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആണ് DN എന്ന് പറയുന്നത്. അതായത് ഡിവിഡൻറ്റിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് വന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുമ്പോൾ 16.13 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ദെൻ നമുക്ക് P0 ഇൻട്രിൻസിക് വാല്യൂ ഇസ് ഈക്വൽ ടു V1 ഉം V2 കൂടെ ആഡ് ചെയ്യാം. 327 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കറണ്ട് പ്രൈസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ലെവലിൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത മോഡലിലോട്ട് പോവാം.